ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടായ പച്ചക്കറികൾ വെച്ചിട്ടുള്ള വിഭവങ്ങളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിഭവങ്ങളായിട്ട് നമ്മൾ ആദ്യം തന്നെ മലായി ചീര ഉപയോഗിച്ചിട്ട് പരിപ്പ് കറിയാണ് തയ്യാറാക്കുന്നത്. അതിലേക്ക് നമുക്ക് പരിപ്പ്, ഉള്ളി, നാളികേരം, പച്ചമുളക്, മഞ്ഞൾ, കുറച്ച് സാധനങ്ങളെ ആവശ്യമുള്ളൂ. പിന്നെ അര കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുക്കറിൽ വെക്കാം. ഒരു വിസിൽ മതി. അപ്പോഴത്തേക്ക് നമുക്ക് ചീര അരിഞ്ഞെടുക്കാം. വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട നാളികേരവും ചെറിയുള്ളിയും 1 പിച്ച് ജീരകവും ഇപ്പോൾ തന്നെ 2 പച്ചമുളകും ചേർത്ത് നന്നായി അരയ്ക്കാം. ഇനി നമ്മൾ കുക്കറിലേക്ക് ചീര അരിഞ്ഞതും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് നല്ലോണം ഒന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് അരപ്പും കൂടെ ചേർത്ത് നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ചേർത്തിട്ട് വറുത്തിടുകയും കൂടി ചെയ്താൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ വഴുതന കൊണ്ട് ഒരു മസാല ഉണ്ടാക്കുകയാണ്. വഴുതന മസാല ഉണ്ടായാൽ പിന്നെ നമുക്ക് കറിയൊന്നും വേണമെന്നില്ല, അതന്നെ കൂട്ടി കഴിക്കാം. നമ്മളതിന് വേണ്ടിയിട്ടുള്ള വഴുതന പറിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് കിട്ടിയ ഇന്നത്തെ പച്ചക്കറികളാണ് കേട്ടോ. വഴുതന മസാല ഉണ്ടാക്കുന്നതിന് നമ്മൾ 3 വഴുതനയും 2 വലിയ സവാള, 4 തക്കാളി, പച്ചമുളക്, കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞതൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറിയ പീസായിട്ട് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ചീനച്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്കായിട്ട് നമുക്ക് ആദ്യമായി കുറച്ച് കടുകും കറിവേപ്പിലയും അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് കളർ മാറി വരുന്നവരെ വഴറ്റാം. എന്നിട്ട് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള ഇട്ട് അതും കൂടെ വഴറ്റിയെടുക്കാം. സവാളയുടെ കൂടെ തന്നെ നമ്മൾ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് തക്കാളി കൂടെ ചേർക്കാം. എന്നിട്ട് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. വീണ്ടും തുറന്ന് നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച വഴുതനയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നന്നായി ഇളക്കി യോജിപ്പിച്ച് വഴുതനയും നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ കുറച്ചുകൂടെ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമ്മളതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 വലിയ ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായി ഇളക്കാം. എന്നിട്ട് നമുക്ക് അര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് ഇതിൽ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ച് വേവിച്ചതിന് ശേഷം വെള്ളം ഒന്ന് വറ്റി വരുന്ന സമയത്ത് നമുക്ക് തീ ഓഫാക്കാം. വഴുതന മസാല റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ പെട്ടെന്നൊരു എരിശ്ശേരി ഉണ്ടാക്കണം, മത്തൻ എരിശ്ശേരി. ഇതിലേക്ക് വേണ്ടിയിട്ട് അരിഞ്ഞ് വെച്ച മത്തനിലേക്ക് കുറച്ച് ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് ഒരു വിസിൽ വെക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് വേണ്ട തേങ്ങ, ചെറിയ ജീരകം, ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ചേർത്ത് ഒന്ന് ചതച്ചെടുക്കാം. മത്തനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിലേക്ക് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്തൊന്ന് വറുത്തിട്ടാൽ മത്തൻ എരിശ്ശേരി റെഡിയായി. ഇനി നമുക്ക് ഓർക്കാപ്പുളി കൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കാം. എണ്ണയിലേക്ക് കടുകും ഉലുവയും കൂടി ചേർത്തിട്ട് പൊട്ടിച്ചെടുക്കാം.
അതിലേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കൂടെ തന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് അച്ചാർപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ അച്ചാർപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഓർക്കാപ്പുളി അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. ഇത് ആ പുളിയുടെ കുത്തൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സുർക്കയും കൂടി ചേർത്തിട്ട് മാറ്റി വയ്ക്കാം. നമ്മുടെ അച്ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുള്ള ഇന്നത്തെ വിഭവങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. താങ്ക് യു.